മാവൂരിൽ പുതിയതായി അനുവദിച്ച ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26 വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പി.ടി.എ. റഹീം എം.എൽ.എ. അറിയിച്ചു. പരിപാടി വിജയിപ്പിക്കുന്നതിന് 22 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന സ്വാഗത സംഘം യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും സംബന്ധിക്കണമെന്നും എം.എൽ.എ. അഭ്യർത്ഥിച്ചു. മാവൂരിൽ പുതുതായി അനുവദിച്ച ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 26 വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പി.ടി.എ. റഹീം എം.എൽ.എ. അറിയിച്ചു. പരിപാടി വിജയിപ്പിക്കുന്നതിന് 22 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ സ്വാഗത സംഘം യോഗം വിളിച്ചിട്ടുണ്ടെന്നും ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും സംബന്ധിക്കണമെന്നും എം.എൽ.എ. അഭ്യർത്ഥിച്ചു. മാവൂരിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് 18 തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു. ഒരു സ്റ്റേഷൻ ഓഫീസർ, ഒരു അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ, 4 സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, ഒരു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ മെക്കാനിക്ക്, 4 ഡ്രൈവർമാർ, 7 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ എന്നീ തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത്. സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വാട്ടർ ടെൻഡർ വെഹിക്കിൾ, ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ, ആംബുലൻസ്, ജീപ്പ്, ഹൈഡ്രോളിക് റെസ്ക്യൂ ടൂൾ, റോപ്പ്, 2 ചെയിൻസോകൾ എന്നിവയും അനുവദിച്ചിരുന്നു. മാവൂരിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് 2021 ഫെബ്രുവരി മാസത്തിൽ തത്വത്തിൽ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ വന്ന കാലതാമസം കാരണം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് എം.എൽ.എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപ വിനിയോഗിച്ച് സൗകര്യങ്ങൾ ഒരുക്കിയതോടെയാണ് തസ്തികകളും ഉപകരണങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. പുതിയ ഫയർ സ്റ്റേഷന് സ്ഥിരം കെട്ടിടം നിർമ്മിക്കാൻ ചെറുപ്പ വില്ലേജിലെ ചെറുപ്രദേശത്ത് റിസർവേ 21/1 ൽപ്പെട്ട 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലം ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.